മഞ്ജരി ഭവ്യ, ഓ പാട്ട് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയ ഒരു പാട്ടാണ്. അത് ഭവ്യയുടെ ഒരു രീതിയിൽ ഈസിയായി സിമ്പിളായിട്ട് പാടിയിട്ടുണ്ട്. ഓക്കെ, പാടിയിട്ടില്ല എന്നല്ല, നന്നായി പാടിയിട്ടുണ്ട്, പാടാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഒട്ടുമിക്ക ഭാഗങ്ങളും നന്നായിട്ട് തന്നെയാണ് പാടിയിരിക്കുന്നത്. അതിനകത്ത് ചില പോർഷൻസ് ഒക്കെ സ്മൃതി നീലാവിൻ ആ സാധനങ്ങളൊന്നും വന്നിട്ടില്ല, അത് സ്ലിപ്പായി പോയി. അതിൻ്റെ അടുത്ത് വന്നതിൽ കുറച്ചുകൂടെ ക്ലിയർ ആയി. അപ്പം ചില ഭാഗങ്ങൾ കുറച്ചുകൂടി ഒന്ന് ഡിഫൈൻ ചെയ്യാം. അതിൻ്റെ സംഗതികളൊക്കെ ലാൻഡിങ്സ് വരുമ്പോഴത്തേക്ക് ഒരു ഭയം, അത് ഫിനിഷ് ആവുന്നില്ല. അപ്പം അതാണ് എനിക്ക് ഇതിൽ തോന്നിയത്. ആലാപൊക്കെ നന്നായി പാടി, അതൊക്കെ നന്നായിരുന്നു, വെരി നൈസ്. പക്ഷേ ഈ ലിറിക്സ് അതിൽ എനിക്ക് വളരെ വളരെ വിഷമമുണ്ട്. കാരണം അത് എഴുതിയിരിക്കുന്നത് ഒരു ലെജൻഡ്, അത് മ്യൂസിക് ചെയ്തിരിക്കുന്നത് വേറൊരു ലെജൻഡ്. അപ്പം അവരുടെ കോമ്പിനേഷനിൽ വരുമ്പോഴാണ് അതൊരു പാട്ടാവുന്നത്. അത് പാട്ടായാലും നമുക്ക് പാടാൻ പറ്റുള്ളൂ. അപ്പം ആ സാധനം അവർ ഇത്രയും മലയാളത്തിൽ അവരുടെ വലിയൊരു കോൺട്രിബ്യൂഷനാണ് അറിവിൻ നിലാവേ, മൈൽ സ്റ്റോൺ, ഇറ്റ് ഇസ് എ മൈൽ സ്റ്റോൺ. അപ്പൊ അങ്ങനെ ഒരു കോമ്പറ്റീഷനിൽ ഒരു പാട്ട് എടുക്കുമ്പോൾ അതിന്റെ ലിറിക്ക് കൃത്യമായി പഠിച്ച് അത് പാടുക തന്നെ വേണം. അതിലൊരു എക്സ്ക്യൂസ് ഇല്ല. എനിക്ക് തോന്നുന്നത് ഭാവിക്കുള്ളത് സുശീലാമ്മ അവരുടെ പാട്ട് എനിക്ക് ചേരും, മറ്റൊന്നും എനിക്ക് ചേരില്ല. അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടോ? ഇല്ല, അങ്ങനെ തോന്നിക്കില്ല. ഇപ്പോ ഇവിടേക്ക് വന്ന് പാടുന്ന സമയത്തും എനിക്ക് അത് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ പിന്നെ പാട്ട്. അപ്പൊ ഒന്ന് അത് നല്ലോണം ഇരുത്തി ശ്രദ്ധിക്കണം, ഇനി അലേർട്ട് ആവണം. തീർച്ചയായും ഓക്കെ, ചെയ്യാം, തീർച്ചയായും ചെയ്യും. എന്തുകൊണ്ടാണ് ഇവർ രണ്ടുപേരും ഇത്രയും കാര്യങ്ങൾ പറയുന്നതെന്ന് വെച്ചാൽ ഭവ്യ അത്രയും നല്ല സിംഗറാണ്. അപ്പൊ ഭവ്യയിൽ നിന്ന് ഇതിനു മുമ്പ് ഞങ്ങളെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള പല പെർഫോമൻസുകളും വന്നിട്ടുണ്ട്. അപ്പൊ ഇനിയും ഇതാ സെമി ഫൈനലിൽ ഒരു പെർഫോമൻസും കൂടി ബാക്കിയുണ്ട്. അപ്പൊ നന്നായി ചെയ്യാം കേട്ടോ, നന്നായി പ്രാക്ടീസ് ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്. ടെൻഷൻ ഒന്നും വേണ്ട, കൂൾ ആയിട്ടിരിക്കുക, ബി കൂൾ കേട്ടോ. ഓൾ ദി ബെസ്റ്റ്, താങ്ക് യു.